വാർത്തകൾ വിശദമായി. സുധാകർ റെഡ്ഡി സിപിഐ ജനറൽ സെക്രട്ടറി. 126 അംഗ ദേശീയ കൌൺസിലിനെയും 11 അംഗ സെക്രട്ടേറിയറ്റിനെയും 32 അംഗ എക്സിക്യൂട്ടീവിനെയും പാർട്ടി കോൺഗ്രസ് ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. പന്ന്യൻ രവീന്ദ്രനാണ് കേന്ദ്ര കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ. മൂന്നാം തവണയാണ് എസ് സുധാകർ റെഡ്ഡി സിപിഐ ജനറൽ സെക്രട്ടറിയാകുന്നത്. അനാരോഗ്യത്തെ തുടർന്ന് ഒഴിയാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പൊതുസമ്മതമായ മറ്റൊരു പേര് കണ്ടെത്താൻ കഴിയാത്തതോടെ സുധാകർ റെഡ്ഡിയെ തീരുമാനിക്കുകയായിരുന്നു. ഭരണഘടനാ ഭേദഗതിയിലൂടെ 11 അംഗങ്ങളായി ഉയർത്തിയ സെക്രട്ടേറിയറ്റിൽ കാനത്തിനൊപ്പം ബിനോയ് വിശ്വവും ഇടം നേടി. പന്ന്യൻ രവീന്ദ്രൻ അധ്യക്ഷനായ കൺട്രോൾ കമ്മീഷനിൽ CA കുര്യൻ അംഗമാണ്. ദേശീയ എക്സിക്യൂട്ടീവിൽ KE ഇസ്മായിലിനെ നിലനിർത്തിയപ്പോൾ JNU സമര നേതാവ് കന്നയ്യകുമാറിനെ ദേശീയ കൌൺസിലിൽ ഉൾപ്പെടുത്തി. 13 കാൻഡിഡേറ്റ് അംഗങ്ങളുമുണ്ട്. കമ്മിറ്റി തെരഞ്ഞെടുപ്പും റിപ്പോർട്ടുകൾ അംഗീകരിക്കലും ഏകകണ്ഠമായിരുന്നെന്ന് സുധാകർ റെഡ്ഡി പറഞ്ഞു. കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ചും സുധാകർ റെഡ്ഡി വിശദീകരിച്ചു. കേരളത്തിലെ പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകളെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും നിഷേധിച്ചു. ദേശീയ കൌൺസിലിൽ 20% പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സി ദിവാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ വെട്ടിനിർത്തിയതോടെ കാനം രാജേന്ദ്രന്റെ പൂർണ്ണ ആധിപത്യമാണ് CPIയിൽ. അതേസമയം പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനാകാത്ത വിധം ശക്തമായ വിഭാഗീയതയ്ക്ക് തുടക്കമിട്ടാണ് 23ാമത് പാർട്ടി കോൺഗ്രസ് അവസാനിക്കുന്നത്. CPI 23ാം പാർട്ടി കോൺഗ്രസിന് അവസാനം കുറിക്കുമ്പോൾ ദേശീയ സംസ്ഥാന നേതൃത്വത്തിൽ കാനം രാജേന്ദ്രന്റെ അപ്രമാദിത്വത്തിനു കൂടിയാണ് തുടക്കമായത്. വിരുദ്ധപക്ഷക്കാരെ ദേശീയ കൌൺസിലിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കി പാർട്ടിയിൽ കാനം പിടിമുറുക്കിയെങ്കിലും സ്വന്തം അണികളെ മറുപടി പറഞ്ഞ് തൃപ്തിപ്പെടുത്താൻ കാനത്തിന് ചെറുതല്ലാതെ വിയർക്കേണ്ടി വരും. വിഭാഗീയതയ്ക്ക് താൽക്കാലികമായെങ്കിലും വിരാമം കുറിക്കുമെന്ന് പ്രതീക്ഷിച്ചു തുടങ്ങിയ CPI പാർട്ടി കോൺഗ്രസ് അവസാനിക്കുന്നത് മൂർച്ഛിച്ച വിഭാഗീയതയോടെയാണ്. വിഭാഗീയതയുടെ വെട്ടേറ്റ് വീഴുന്നത് പാർട്ടിയുടെ വളർച്ചയും തളർച്ചയും കണ്ട അധികായരും. കൺഫ്യൂസിംഗ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന കന്നയ്യകുമാറിന്റെ വാക്കുകളെ അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്നതായി ദേശീയ കൌൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. സി ദിവാകരൻ, സത്യൻ മൊകേരി, CN ചന്ദ്രൻ തുടങ്ങിയ നേതാക്കളെ വെട്ടിനിരത്തി കാനം ദേശീയ കൌൺസിലിൽ എത്തിച്ചത് KP രാജേന്ദ്രൻ, E ചന്ദ്രശേഖരൻ, N രാജൻ തുടങ്ങിയ കാനം പക്ഷത്തിന്റെ കരുത്തരെയാണ്. CPI രാഷ്ട്രീയത്തിലെ നിർണായക മുഖങ്ങളെയാകെ നേതൃസ്ഥാനത്ത് നിന്ന് വെട്ടിമാറ്റി എങ്ങനെ രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്താനാണ് CPI ഉദ്ദേശിക്കുന്നതെന്ന് കാനത്തിന് പോലും അറിയാനിടയില്ല. നഷ്ടമായത് രാഷ്ട്രപതി പദവിയല്ലെങ്കിലും സ്ഥാനത്ത് തുടരാൻ താൽപര്യമുണ്ടായിരുന്നുവെന്ന സി ദിവാകരന്റെ വാക്കുകൾ പാർട്ടി കോൺഗ്രസിലെ പൊട്ടിത്തെറി ഒഴിവാക്കാൻ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. ഒരു നിരാശയല്ല, പ്രത്യേക ആവശ്യമില്ല. വന്നെന്ന് കമ്മിറ്റി ഇത്ര വലിയ കാര്യമാണ്. ഇന്ത്യ പ്രസിഡന്റാണെങ്കിൽ ശരിയല്ലേ. നേരത്തെ KE ഇസ്മായിലിനെ സംസ്ഥാന സമ്മേളനത്തോടെ കാനം അച്ചടക്കവും നടപടിയും കാട്ടി ഒതുക്കിയിരുന്നു. പാർട്ടിയിലും പാർലമെന്ററി രംഗത്തും തിളങ്ങിയ സി ദിവാകരൻ, പാർട്ടിയിലെ സൗമ്യമുഖമായ സത്യൻ മൊകേരി, മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി CN ചന്ദ്രൻ എന്നിവരൊക്കെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ കാനത്തിന് എതിർശബ്ദങ്ങളില്ലാതായെങ്കിലും സംഘടനാപരമായി വലിയ തിരിച്ചടിയായിരിക്കും സമീപഭാവിയിൽ CPIയെ കാത്തിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, പീപ്പിൾ TV. കുറിഞ്ഞി ഉദ്യാനം സംബന്ധിച്ച ആശങ്കകൾ ഭാവനാ സൃഷ്ടി മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുടിയേറ്റ കർഷകരെയും കുറിഞ്ഞി ഉദ്യാനവും പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും ഉദ്യാനത്തിന്റെ വിസ്തൃതിയിൽ മാറ്റമുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു വ്യാഴവട്ടക്കാലം വരുമ്പോൾ പൂക്കുന്ന ആ നീലക്കുറിഞ്ഞി പൂക്കാൻ പോവുകയാണ് ഇവിടെ. ഇപ്പോൾ ഒറ്റയായിട്ടുള്ളൂ, എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ശരിക്കും പൂത്തത്. അതിൻ്റെ ഭാഗമായി ആ നീലക്കുറിഞ്ഞി പൂക്കുന്ന മേഖല ഒരു പ്രത്യേക മേഖലയായി സംരക്ഷിക്കാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചത്. ആ തീരുമാനം കൃത്യമായി എത്രയാണ്, അതിൻ്റെ മേഖല എത്രയാണ് എന്നും വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന് ഒരു തരത്തിലുള്ള വിസ്തൃതി കുറവും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സർവീസ് മേഖലയ്ക്ക് ബാധിച്ച അർബുദമാണ് അഴിമതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെറ്റ് ചെയ്യുന്നവർ ആരായാലും ദയയില്ലാത്ത നടപടി ഉണ്ടാകുമെന്നും അഴിമതിക്കെതിരെ NGO യൂണിയൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം അടിമാലിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കാർക്ക് ഈ സർക്കാരിന്റെ കാലത്ത് രക്ഷയുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. കേരളം അഴിമതിയുടെ കാര്യത്തിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്ന് രാജ്യം തന്നെ കണക്കാക്കി. നമുക്കതിൽ അഭിമാനിക്കാം. അതിൽ അഭിമാനിക്കുമ്പോൾ തന്നെ നമുക്കിനിയും നേടാൻ ഒട്ടേറെ കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്നത് നാം ഓർക്കേണ്ടതായിട്ട്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ചില തലങ്ങളിലാണ്
അഴിമതി പൂർണ്ണമായി ഇല്ലാതായത്. എന്നാൽ എല്ലാ തലങ്ങളെക്കുറിച്ചും നമുക്ക് ആർക്കും അത്ര കണ്ട് ഉറപ്പായി ആ കാര്യം അവകാശപ്പെടാനാവില്ല. ഇത് നിലനിൽക്കുന്ന ഒരു ദൗർബല്യമാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അഴിമതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്നും ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരാരായാലും സംരക്ഷിക്കില്ലെന്നും കർക്കശമായ നടപടി നേരിടേണ്ടി വരുമെന്നും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചു. ജാർഖണ്ഡ് സർക്കാർ പിരിച്ചുവിടാൻ BJP നടത്തിയ ശ്രമങ്ങളെ ജുഡീഷ്യറി ഇടപെട്ട് തടഞ്ഞിരുന്നു. ഇടപെട്ട ജസ്റ്റിസിനെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ലജ്ജിപ്പിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫിനുൾപ്പെടെ NGO യൂണിയൻ നൽകുന്ന പിന്തുണ മുഖ്യമന്ത്രി പ്രശംസിച്ചു. NGO യൂണിയന്റെ പ്രസിഡന്റായി E. പ്രേംകുമാറിനെയും ജനറൽ സെക്രട്ടറിയായി TC മാത്തുക്കുട്ടിയെയും വീണ്ടും തെരഞ്ഞെടുത്തു. 75 അംഗ സംസ്ഥാന കൗൺസിലിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കീഴാറ്റൂരിൽ ഏതുതരം ചർച്ചയ്ക്കും പാർട്ടിയും സർക്കാരും തയ്യാറാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. CPIMനെ വികസന വിരുദ്ധരെന്ന് മുദ്രകുത്താനുള്ള ശ്രമം വിജയിക്കില്ല. CPIM എല്ലായ്പ്പോഴും കർഷകർക്കൊപ്പമാണെന്നും എതിർപ്പുകളുടെ പേരിൽ വികസന പദ്ധതികൾ നിർത്തിവെക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റ് ഗ്രാമമായ കീഴാറ്റൂരിൽ ജനങ്ങളുടെ ഒത്തൊരുമ വിളിച്ചോതി നടന്ന ഗ്രാമോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിലാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാട് കോടിയേരി വിശദീകരിച്ചത്. കീഴാറ്റൂർ ബൈപ്പാസിനായി സർവേ പൂർത്തിയാക്കിയ സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് കോടിയേരി വേദിയിലെത്തിയത്. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് LDF നയമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഭൂമി നഷ്ടപ്പെടുന്നവരുടെ വേദന മനസ്സിലാക്കുന്നു. അവർക്ക് ഒപ്പം തന്നെയാണ് പാർട്ടിയും. ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് സാധ്യമായ എല്ലാ സഹായവും ചെയ്യും. ഏതുതരം ചർച്ചയ്ക്കും പാർട്ടിയും സർക്കാരും തയ്യാറാണ്. എന്നാൽ എതിർപ്പുകളുടെ പേരിൽ വികസന പദ്ധതികൾ നിർത്തിവെക്കില്ലെന്നും കോടിയേരി പറഞ്ഞു. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളവരുടെ ഓരോ പ്രശ്നവും അവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഗവൺമെന്റും പാർട്ടിയും സന്നദ്ധമാണ്. ഒരു സ്ഥലത്ത് എതിർപ്പുണ്ടായി എന്നുള്ളതുകൊണ്ട് വികസന പ്രവർത്തനം നിർത്തിവെക്കുകയില്ല. കീഴാറ്റൂരിൽ BJP ഉൾപ്പെടെ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പുകൾ തിരിച്ചറിയണമെന്നും കോടിയേരി പറഞ്ഞു. ഹരിത കേരളം ഉൾപ്പെടെ മാതൃകാപരമായ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാരിനെയും CPIMനെയും പരിസ്ഥിതി വിരോധികൾ എന്ന് കരുതി ഒറ്റപ്പെടുത്താം എന്ന് കരുതേണ്ടെന്നും കോടിയേരി വ്യക്തമാക്കി. കീഴാറ്റൂരിൽ എത്തിയ കോടിയേരി ബാലകൃഷ്ണന് ആവേശകരമായ സ്വീകരണമാണ് നാട്ടുകാർ നൽകിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ചെങ്ങന്നൂരിൽ BJPയുമായി സഹകരിക്കില്ലെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. പ്രശ്നപരിഹാരത്തിനു ശേഷം മാത്രമേ സഹകരിക്കൂവെന്നും തുഷാർ വ്യക്തമാക്കി. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന BDJSന്റെ നിർണായക യോഗത്തിലാണ് തീരുമാനം. അതേസമയം BDJSന്റെ നിലപാട് NDA ബാധിക്കില്ലെന്ന് BJP നേതാക്കൾ പ്രതികരിച്ചു. BDJS BJPയുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വീണ്ടും ചെങ്ങന്നൂരിൽ BDJSന്റെ നിർണായക യോഗം നടന്നത്. ഈ യോഗത്തിലും പുതിയ തീരുമാനത്തിലെത്താൻ BDJSന് കഴിഞ്ഞില്ല. കഴിഞ്ഞ മാർച്ച് മാസം ചേർത്തലയിൽ നടന്ന BDJS യോഗത്തിൽ BJPയുമായി നിസ്സഹകരണമെന്നാണ് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. ആ നിലപാടിൽ തുടരാനാണ് ചെങ്ങന്നൂരിൽ നടന്ന യോഗത്തിലും തീരുമാനമായത്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് NDAയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, അത് മുഴുവൻ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ MP എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ട് അന്വേഷണത്തിനൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. വരുന്ന ഒരാഴ്ചയും കൊണ്ട് വെയിറ്റ് ചെയ്ത ശേഷം അവരുടെ എന്താണ് അവിടെ നിന്ന് പറയുന്നതനുസരിച്ച് ഒരു തീരുമാനം എടുക്കാം. അതുവരെ നിസ്സഹകരണം തുടരുക എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. തീരുമാനമാകുന്നവരെ ഞങ്ങളുടെ പ്രവർത്തകരൊന്നും സജീവമായിട്ട് ഈ രംഗത്ത് ഉണ്ടാവില്ല. MP സീറ്റിന്റെ പേരിൽ തുഷാർ വെള്ളാപ്പള്ളിയെ അപമാനിച്ചതും വാഗ്ദാനങ്ങൾ 2 വർഷമായി പാലിക്കപ്പെടാത്തതുമാണ് നേതാക്കളെ പ്രധാനമായും BJPയിൽ നിന്നും അകറ്റുന്നത്. ഏറ്റവും ഒടുവിൽ BJP അധ്യക്ഷൻ അമിത്ഷായുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ BJPയുടെ എല്ലാ പ്രശ്നങ്ങളും കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം നടപ്പിലാക്കാമെന്ന ഉറപ്പാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്. ഇതിനുശേഷമാവും NDA വിടുന്നതടക്കമുള്ള നിലപാടിലേക്ക് BDJS പോകുക. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ. വിദേശ വനിത ലിഗയുടെ കൊലപാതകത്തിൽ ബലാത്സംഗം സ്ഥിരീകരിക്കാനാകാതെ രാസപരിശോധനാ സംഘവും പോലീസും ആന്തരിക അവയവങ്ങളുടെ പ്രാഥമിക പരിശോധനയിലും വസ്ത്രങ്ങളുടെ പരിശോധനയിലും പുരുഷ ബീജത്തിന്റെയോ ഉമിനീരിന്റെയോ സാന്നിധ്യം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതേസമയം ലിഗയുടെ കൊലപാതകത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനായുള്ള അന്വേഷണ സംഘത്തിന്റെ പരിശോധന ഇന്നും നടന്നു. എന്നാൽ കസ്റ്റഡിയിൽ ഉള്ളവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. വിദേശ വനിത ലിഗയെ കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തിയതാണെന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ലിഗയുടെ ആന്തരിക അവയവങ്ങളുടെയും മൃതശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങളുടെയും തലമുടിയുടെയും ശാസ്ത്രീയ പരിശോധന പൂർത്തിയായിട്ടില്ല. ആന്തരിക അവയവങ്ങളുടെ പ്രാഥമിക പരിശോധനയിൽ ബലാത്സംഗം സ്ഥിരീകരിക്കാനായില്ലെന്ന് മാത്രമല്ല, വസ്ത്രത്തിൽ നിന്ന് ഉമിനീരോ പുരുഷബീജമോ കണ്ടെത്താനായിട്ടില്ലെന്നും രാസപരിശോധനാ സംഘം പോലീസിനെ അറിയിച്ചു. പ്രാഥമിക ടെസ്റ്റുകൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ വിഷ്വൽ ആൻഡ് ആൾട്ടർനേറ്റ് ലൈറ്റ് ടെസ്റ്റ്, ആസിഡ് ഫോസ്ഫറ്റൈസ് ടെസ്റ്റ് എന്നിവ നടത്തിയാൽ മാത്രമേ ലൈംഗിക അതിക്രമം സംബന്ധിച്ച എന്തെങ്കിലും തെളിവ് ലഭ്യമാവുകയുള്ളൂ എന്നും
കെമിക്കൽ എക്സാമിനേഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 2 പരിശോധനകളുടെയും ഫലം അടുത്ത ദിവസം അന്വേഷണ സംഘത്തിന് ലഭ്യമാക്കും. അതേസമയം പോലീസ് കസ്റ്റഡിയിലുള്ള ലിഗയ്ക്ക് മയക്കുമരുന്ന് നൽകി കണ്ടൽക്കാട്ടിലെത്തിച്ച വാഴമുട്ടം പാറവിള സ്വദേശിയെയും ഇയാളുടെ സുഹൃത്തുക്കളായ സഹോദരങ്ങളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. മനഃശാസ്ത്രജ്ഞരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലും ഇവർ കുറ്റം സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. അതിനാൽ രാസപരിശോധന റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും കസ്റ്റഡിയിലുള്ള 5 പേരുടെയും അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുക. ഇതിനിടെ ലിഗയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് പോലീസ് വീണ്ടും വിശദമായ പരിശോധന നടത്തി. ലെൻസ് ഉപയോഗിച്ചുള്ള സൂക്ഷ്മ പരിശോധനയാണ് വിഴിഞ്ഞം സിഐയുടെ നേതൃത്വത്തിൽ നടന്നത്. കണ്ടൽക്കാടിന് സമീപത്തെ കരമനയാറിലും മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തി. ചില നിർണായക തെളിവുകൾ പരിശോധനയിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. കസ്റ്റഡിയിലുള്ളവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പല കേന്ദ്രങ്ങളിലും പരിശോധന നടത്തുന്നത്. രാസപരിശോധന റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. ഇതിന്റെ തെളിവുകളായിരിക്കും ഈ അറസ്റ്റിലാകുന്ന പ്രതികൾക്കെതിരെ ഉണ്ടാവുക. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരിമാനു. ലിഗയുടെ പേരിൽ പണം പിരിച്ചുവെന്ന ആരോപണത്തിൽ പോലീസ് വേട്ടയാടാൻ ശ്രമിക്കുന്നുവെന്ന പരാതി അശ്വതി ജ്വാലയുടെ തോന്നലാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പോലീസിന് ലഭിച്ച പരാതിയെപ്പറ്റി അന്വേഷിക്കുന്നതിൽ തെറ്റില്ല. ലിഗയുടെ മരണം ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയല്ലെന്നും മന്ത്രി പറഞ്ഞു. പരാതി ആരെങ്കിലും കൊടുത്താൽ പരാതി അന്വേഷിക്കുന്നതിൽ നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധന മാത്രമല്ലേ ഉള്ളൂ. ഇല്ല, അത് അവരുടെ തോന്നലാണ്. അവർക്കിങ്ങനെ ഒരുപാട് തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. ടൂറിസം വകുപ്പിന് എന്ത് വീഴ്ചയാണ് പറ്റിയത്? ടൂറിസം വകുപ്പിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. ടൂറിസം മേഖലയ്ക്ക് ഒരു തിരിച്ചടിയായി ഈ സംഭവം. ടൂറിസം മേഖലയ്ക്കൊന്നും ഒരു തിരിച്ചടിയും വന്നിട്ടൊന്നുമില്ല. ഒരു തിരിച്ചടിയുമില്ല. നമ്മുടെ സംസ്ഥാനത്ത് സമീപകാല ചരിത്രത്തിൽ ഒരു വ്യക്തിയുടെ തിരോധാനത്തെ സംബന്ധിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റ് ആസ് എ ഹോൾ 10-70 പോലീസുകാർ, ഒരു പ്രത്യേക സ്പെഷ്യൽ ടീം ഒക്കെ അന്വേഷിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അതിൻ്റെ നന്മ കാണാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അവരങ്ങനെയാണ്. മെനിയാന്ന മറ്റോ ഞാൻ അവരെ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഗവൺമെൻറ് ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും അവർ നന്ദി അറിയിക്കാനുണ്ടായത്. ഓരോ സന്ദർഭത്തിലും ആ പാവത്തെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഇതുമായി ബന്ധപ്പെട്ട് ബസ്സുടമകൾ ഇതുവരെ സർക്കാരിനെ ഔദ്യോഗികമായി ഒരു കാര്യവും അറിയിച്ചിട്ടില്ല. ബസ്സുടമകൾക്ക് അമിത ആവേശം നല്ലതല്ലെന്നും എ.കെ. ശശീന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. സർക്കാരിന്റെ തീരുമാനം വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിച്ചുകൊണ്ടുള്ള നിലപാടാണ്. അത് പുനഃപരിശോധിക്കാൻ ഗവൺമെന്റ് ഇതുവരെ ആലോചിച്ചിട്ടില്ല. ആ നിലപാട് മാറ്റേണ്ട ഒരു സാഹചര്യവും ഇന്ന് കേരളത്തിലുണ്ട് എന്ന് സർക്കാർ കരുതുന്നില്ല. കോട്ടയത്ത് CBSE കണക്ക് പരീക്ഷാ ചോദ്യപേപ്പർ മാറി ലഭിച്ച സംഭവത്തിൽ പരാതിക്കാരിയായ വിദ്യാർത്ഥിനി കുറ്റക്കാരിയെന്ന് CBSE. കണക്ക് വിഷയത്തിൽ പിന്നോക്കം നിന്ന പെൺകുട്ടി 2016-ൽ സഹോദരൻ എഴുതിയ ചോദ്യപേപ്പർ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് പരീക്ഷ എഴുതിയെന്നാണ് CBSEയുടെ ആരോപണം. അസിസ്റ്റന്റ് സെക്രട്ടറി വികാസ് കുമാർ അഗർവാൾ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് CBSE ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ CBSEയുടെ വാദം വസ്തുതാവിരുദ്ധമാണെന്നും ഇക്കാര്യം കോടതിയെ അറിയിക്കുമെന്നും പെൺകുട്ടിയുടെ അഭിഭാഷകൻ പറഞ്ഞു. BJP സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാക്കൾ വീണ്ടും രംഗത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്താകമാനം സഞ്ചരിച്ച് പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ ഒരിടത്തും സത്യം മാത്രം പറയുന്നില്ലെന്ന് രാഹുൽ ആരോപിച്ചു. കോൺഗ്രസ് സംഘടിപ്പിച്ച ജൻ ആക്രോശ് റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. കാസർഗോഡ് പെരിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള കേന്ദ്ര സർവകലാശാല അക്കാദമിക് മന്ദിരങ്ങൾ ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു ഉദ്ഘാടനം ചെയ്തു. വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചുവന്ന ക്ലാസ് മുറികൾ ഇതോടെ അക്കാദമിക് ബ്ലോക്കുകളിലേക്ക് മാറ്റാനാകും. ജാതി, ഭാഷ, മതം, പ്രാദേശികത എന്നിവയുടെ പേരിലുള്ള വിഭാഗീയ കലഹങ്ങൾ രാഷ്ട്രത്തിന് ദോഷകരമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ബംഗാളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ തൃണമൂൽ അക്രമം തുടരുന്നു. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പകുതി സീറ്റിലേക്ക് പോലും തൃണമൂലിന്റെ അക്രമം മൂലം ഇടതുമുന്നണിക്ക് പത്രിക സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. നിരവധി പേരാണ് തൃണമൂൽ അക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പ്രാദേശിക വാർത്തകൾക്ക് പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രാദേശിക സംഭവ വികാസങ്ങൾ വാർത്തകളിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അങ്കമാലി അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ കേരള വിഷൻ ചാനലിന്റെ ഉപഗ്രഹ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചാനലിന്റെ തീം മ്യൂസിക് പ്രകാശനം ഇന്നസെന്റ് MP നിർവഹിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ചാനൽ പ്രോഗ്രാമുകളുടെ 3D പ്രകാശനം V. മുരളീധരൻ MPയും കേരള വിഷൻ ഓൺലൈൻ ഹോം പേജിന്റെ ഉദ്ഘാടനം തമിഴ് നടൻ വിജയ് സേതുപതിയും നിർവഹിച്ചു. കേരള വിഷൻ ചെയർമാൻ പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ MD രാജ്മോഹൻ മാമ്പറ, ഡയറക്ടർ ഗോപകുമാർ, വൈസ് പ്രസിഡന്റ് പ്രകാശ് മേനോൻ, കമ്പനി ഡയറക്ടർ ബിനു ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു.
കയർ കൊണ്ടുണ്ടാക്കിയ ഇൻസ്റ്റലേഷനിലൂടെ കേരള ഭൂപടത്തിന്റെ ബാഹ്യരേഖയും സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രവും വരച്ചു കാട്ടുകയാണ് ലക്ഷ്മി മാധവൻ എന്ന കലാകാരി. ഫോർട്ട് കൊച്ചിയിലെ കാശി ആർട്ട് ഗാലറിയിലാണ് മുംബൈ മലയാളിയായ ലക്ഷ്മിയുടെ കയർ കൊണ്ടുണ്ടാക്കിയ പ്രതിഷ്ഠാപനം.